അപ്പോൾ എല്ലാവർക്കും ഈ വർഷത്തെ ആദ്യത്തെ അത്താഴ വ്ളോഗിലേക്ക് സ്വാഗതം. അങ്ങനെ ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് നേരം കുറച്ചൊന്നങ്ങൾ പാടിയിട്ടുണ്ട്. അതായത് ഉമ്മാനൊക്കെ ഞാൻ വിളിച്ചോണർത്തിയത് ട്രിപ്പ് നോക്കിയേക്ക് കറക്റ്റ് 5 മണിയാവാൻ നിൽക്കുന്നത് 4:30 അലാറം വെച്ചതാണ്. ഉമ്മയൊക്കെ നീച്ച ടൈം നോക്കി ഉറക്കത്ത് പെട്ടു എന്ന് പറഞ്ഞു. 50 ദിവസം ഹോസ്പിറ്റലിലായിരുന്നു, ഉറക്കത്ത് പെട്ടു എന്ന് പറഞ്ഞ് സീനുത അടുക്കളയിൽ നിന്ന് എന്തോ ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. എന്താ കുക്ക് ചെയ്യുന്നത്? എന്താ ഉണ്ടാക്കുന്നത്? വെള്ളമല്ല, പാലാണ്. എനിക്ക് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്കുള്ളത് നിങ്ങൾ ഉണ്ടാക്കിക്കോളേ. എന്താ ഉണ്ടാക്കണേ? നിങ്ങൾ എന്താ ഉണ്ടാക്കണേ? അപ്പൊ എന്താ എവിടെ നോക്കിട്ട് ഉറങ്ങണേ? ഇന്നലെ മിന്നാന്ന് ഹോസ്പിറ്റലൊക്കെ ഒഴിച്ചിരുന്നിട്ട് എന്ന് പോത്തുപോലെ കടന്നുറങ്ങുന്നുണ്ട്. ആദ്യത്തെ അത്താഴം തന്നെ ഒരു കോംപ്രമൈസ് അത്താഴമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചത് നല്ല മുരിങ്ങ കൂട്ടാനും പിന്നെ പപ്പടമൊക്കെ പൊരിക്കുന്നതാണ്. പക്ഷെ പപ്പടല്ല, ഒന്നുമില്ല ഇവിടെ. അപ്പൊ നിങ്ങളുണ്ടെങ്കിലും ഇവിടെ എന്തുണ്ടാവുക? ഒരു ആദ്യത്തെ അത്താഴമായിട്ട് പറയപ്പെടെ ഒന്നുമില്ലാന്ന് ആരോടെങ്കിലും പറയാൻ പറ്റുമത്? അപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇന്നത്തെ അത്താഴത്തിന് എന്താണ് സ്പെഷ്യൽ എന്നുള്ളത് പറയണം കേട്ടോ. നോമ്പ് തുറക്കുമ്പോൾ എന്തെങ്കിലും ഇൻഷാല്ലാ സ്പെഷ്യൽ ഉണ്ടാക്കുക. അത്താഴത്തിന് ഇന്നിപ്പോൾ ഇതൊക്കെ ഉള്ളത്. ഒരു അത്താഴത്തിന് ലേറ്റ് ആയിട്ട് ഫുഡ് കഴിക്കുന്നവരുണ്ട്, ചിലൊരു അത്താഴത്തിന് സ്ട്രോങ് ആയിട്ട് ഫുഡ് കഴിക്കുന്നവരുണ്ട്. നിങ്ങളൊക്കെ ഏത് കൂട്ടത്തിൽ പെടണം? ഒന്നും തിന്നാതെ നോമ്പ് എടുക്കാൻ പറ്റുമോ? അല്ല, നീയത്ത് വെച്ചോ, മറന്നു പോയിക്കോളോ. പിന്നെ കോഴി പോകൂല, അതിൻ്റെ നേരമായി പോവേ. സമയമുണ്ട്, 1/2 മണിക്കൂറുണ്ട്, വേഗം നോക്കിക്കോളി. സിനിമ രാത്രി ഉണ്ടാക്കി വെച്ചിരിക്കണോ? ഇതാ അച്ചാറുണ്ട്. ഇത്ര ചോറ് മതി? സാധാരണ ഈ ചോറിലല്ലോ ഒതുങ്ങലല്ലോ. സാധാരണ ഈ ചോറിൽ ഒതുങ്ങലില്ലല്ലോ. കണക്ക് അതിന് നോമ്പെടുക്കാൻ പറ്റുമോ? എന്ത്? അല്ല, കുട്ടിക്ക് പാല് കൊടുക്കല്ലേ, അപ്പൊ പിന്നെ അല്ല അനക്ക് നിർബന്ധമുണ്ടോ? നിർബന്ധമുണ്ട്. അതൊക്കെ പക്ഷെ നമ്മുടെ സിറ്റുവേഷൻ നോക്കി കൂട്ടിയാ പോരെ. കാട പൊരിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാട വേണോ? ഒരു കാട എടുത്തോളി. എനിക്ക് പിന്നെ എന്നും നോമ്പാവുകൊണ്ട് എനിക്കിത് പ്രശ്നമല്ല. കാരണം ഞാൻ എന്നും ഈ നേരത്തെ നീച്ച് ഫുഡ് കഴിക്കലുണ്ട്. ബാക്കിയുള്ളവർക്ക് ഇന്ന് ഈ നേരത്തൊന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഇറങ്ങുന്നുണ്ടോ? പിന്നെ ഏത് നേരത്തെ ഫുഡ് പോകട്ടോ? ചോറിനേക്കാളുള്ള മാവില്ല. ഒരു 4 മുട്ട പൊയിങ്ങോ നിങ്ങളത് കഴിഞ്ഞിട്ട്? അത് ഈ കുക്കറിൽ വെച്ചാൽ മതി, എന്നാ പെട്ടെന്നാവും. 4 മുട്ട പൊയിങ്ങി. എനിക്കുള്ള ഞാൻ ഉണ്ടായിക്കൊണ്ട് മുട്ട മാത്രം ഒന്ന് ആ കുക്കറിൽ വെച്ചാൽ മതി. സമയമുണ്ട്, മെല്ലെ തിന്നാ മതി. ഇനി ഒക്കെ പാട് തിന്നിട്ട് ഈ കാറല്ലേ ഞങ്ങൾക്ക് കൊടുക്കണ്ട. ഏത് എന്നാ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഈ പൊലിച്ചക്കൊക്കെ 4 മുട്ട തിന്നണിക്കൊന്ന് ആലോചിച്ച് നോക്കാൻ. കാരണം നമുക്ക് ഡയറ്റിൻ്റെ രീതികളൊക്കെ മാറിയിട്ടുണ്ട് ഗൈസ്. അതായത് എന്തെങ്കിലും തരീണ് കുക്കർ അടിയിലാണേ. ഇപ്രാവശ്യം നോമ്പിന് വെറൈറ്റി ഡയറ്റാ. നെഞ്ഞൂറണ്ട. പിന്നെ കാടക്കോഴിയിൽ നിങ്ങൾക്ക് 4 കിലോ ഇറച്ചി വെച്ചരാം. തൂവലൊന്നും ഇല്ലത്, കരിക്കണേ. കാടക്കോഴി എടുത്തിട്ട് വെറും എല്ല് മാത്രമേ ഉള്ളൂ. എല്ലാരും ഒരു പേടി.
അമ്പലത്തില് പാട്ടിന് ഓണാക്കി. അമ്പലത്തിൽ 5 മണിക്ക് പാട്ട് ഓണാക്കും. ബാങ്കാന്ന് വെച്ചിട്ടേ ഒരു കൂടി ഇതേമാതിരി എല്ലാം വെച്ചുണ്ടാക്കി തൊള്ളേ വെക്കാൻ നേരത്ത് ബാങ്കാണ്ട് കൊടുത്ത്. കൽക്കുന്നുണ്ടോ താഴെ? അതാ പോണ്. 200 മില്ലി നമ്മൾ എന്താക്കണം, ഗുഡ് ഫാറ്റ്, അതായത് ഗുഡ് ലൈഫിന്റെ പാലാണ് എടുക്കുന്നത് കേട്ടോ. നോമ്പിനും നല്ല അടിപൊളി ഫുഡാണ് ഗൈസ് കഴിക്കുന്നത്. എൻ്റെ കൈ കൊണ്ട് നിൽക്കുകയാണ്. ഓട്സ് കേട്ടോ രാവിലെ. അങ്ങനെ ഇവരുടെ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞു. ഇന്ത്യ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇതാട്ടോ എനിക്കുള്ള ഫുഡ്. ഹെവി പ്രോട്ടീൻ ഫുഡാണ് ഗൈസ്. നമ്മൾ ഇതുണ്ട് കഴിച്ച വൈകുന്നേരം വരെ നമുക്ക് ഇനി വിശക്കില്ല. ബ്ലൂബെറി ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, പിന്നെ പാലുണ്ട്, ഓട്സ് ഉണ്ട്, പിന്നെ ഇനിയൊരു 4 പുഴുങ്ങിയ മുട്ട ഉണ്ട്. ഇതിൽ 3 വെള്ളയും ഒരു ഫുള്ളുമാണ് കഴിക്കേണ്ടി. ഇനി ഒരു കുപ്പി 1 ലിറ്റർ വെള്ളം എടുക്കുക. ആ കുപ്പിയിൽ കറക്റ്റ് 1 ലിറ്റർ വെള്ളം എടുക്കട്ടോ. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് സുബഹി നിസ്കരിക്കുകയാണ് ഗൈസ്. ഒരാൾ നിസ്കരിച്ച് അടുത്ത ആൾ നിസ്കരിക്കാൻ വേണ്ടി ഒരുക്കുന്നത്. നമുക്ക് ഇനി എന്തായാലും മോർണിംഗിൽ വിശേഷം കാണിച്ചു തരാം കേട്ടോ. എൻ്റെ 2 സുന്ദരി മണികളല്ലേ ഈ കടക്കുന്നത് മക്കളെ. എങ്ങനെ ഐബുനെ വാവോർക്കുക? ഐബുനെ എങ്ങനെ വാവോർക്കുക? വാവോർക്കിക്കാലയാ ഗൈസ്. അങ്ങനെ അത്താഴത്തിനൊക്കെ നീച്ച് ഒന്നുറങ്ങി നമ്മൾ നീച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അല്ലേഹ ഐബൂനൊന്ന് വാവോർക്ക് ലായിലോർക്ക്. ഐബൂന് ലായിലോർക്ക്. ഐബൂന് ഇവിടെ കിടക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ ഗൈസ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കിടത്തുന്നത്. അതാകുമ്പോൾ ഓന് കൗലാനും സുഖമാണ്. ഇതിൽ നോമ്പില്ലാത്ത 2 ആൾക്കാരാണ് ഗൈസ്, എൻ്റെ അലേഹിയും ഐബും. ഓലൊക്കെ നോമ്പ് എടുക്കും കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ അല്ലേ. അങ്ങനെ നേരെ ഞങ്ങൾ പോണ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മ രാവിലെ തന്നെ പോയിക്കണം ഉമ്മാൻ്റെ കുടിക്ക്, അതായത് താഴത്തെ പെരേക്ക്. അവിടെ വെല്ലിപ്പുണ്ട്. അപ്പോൾ ഉമ്മാനെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഉമ്മ രാവിലെ നേരത്തെ പോയിക്കണം അല്ലേ അലേഹ. അപ്പോൾ ഉമ്മ പറഞ്ഞെന്താ വെച്ചാൽ അലേനെ കുറച്ച് നേരം അവിടെ നിർത്തിയിട്ട് ഞാൻ ഇങ്ങോട്ട് തന്നെ വരും, എനിക്ക് 2-3 വീഡിയോയും കാര്യങ്ങളൊക്കെ സെറ്റാക്കാനുണ്ട്. അപ്പോൾ ഇപ്പോഴും ഓനുംപാടെ ഒരുമിച്ച് ആയിക്കഴിഞ്ഞാൽ തൊള്ളിയും പൊളിയിട്ടിട്ട് അതൊന്നും നടത്തൂല. അപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് കൊണ്ടുപോയി ആക്കി കുറച്ച് കഴിഞ്ഞ് ഞാൻ ഉമ്മാനെ കൂട്ടാൻ വേണ്ടി പോകട്ടോ. ഗൈസ് അലേഹ എവിടെ എത്തി? അലേഹ താഴത്ത് ഉമ്മാൻ്റെ കുടിയിലെത്തി. ഇവിടെ ഇരുന്നിട്ടതാ ഫുഡ് തിന്നെ. നിങ്ങളെപ്പോഴാണ് അങ്ങോട്ട് വരുന്നത്? ഉച്ച എന്നിട്ട് വരാണ്. അവിടെ വൈകുന്നേരത്തെ ഫുഡ് വെക്കാറാകുമ്പോൾ വരാണ്. പാല് കൊടുക്കുന്ന ഒരു ഉമ്മയാണെന്ന് ഞാൻ നോമ്പ് നോക്കുമ്പോൾ എന്നോട് ഞാൻ പറഞ്ഞിരിക്കണം എനിക്ക് കഴിയൂലെന്ന്. ഇപ്പൊ കായ്സ് നല്ലോളിക്കാണ് ഇവിടെ കടന്നിട്ട്. പിന്നെ അതാണ് കണക്ക് നിർബന്ധമല്ലേ. പിന്നെന്താ എനിക്ക് നിക്കാൻ വയ്യ ഇരിക്കാൻ വയ്യ കൊയങ്ങാണോ എന്ന് പറഞ്ഞ് നടന്ന് മണ്ടിട്ട് തീരെ. ഇപ്പൊ സമയം 1 മണി ആയിട്ടുള്ളൂ. ഇവിടെ ഒരാളാകെ കൊയങ്ങി. വീട്ടണം. 100 വീട്ടാൻ നേരത്തെ 7 പയമ്പരി പപ്പക്കോടെ നിന്നിട്ട് കാര്യമില്ല. 1 മിനിറ്റ് ഇരിക്കില്ലല്ലോ. എല്ലാം നോക്കണം. നാളെ വയ്ക്കില്ലെങ്കിൽ നോക്കണ്ട. ഫസ്റ്റ് പൊളിച്ചായിട്ട് ശരിയായില്ല അത്രേ. നാളെ 1:30 മണിയായപ്പോഴേക്കും തല ഇറങ്ങി ഇരിക്കലും തുടങ്ങി ഗൈസ്. ഇവിടെ നോക്കിയേക്കാ നിന്റെ ഫുഡ് ഗൈസ് കറക്റ്റ് ഫുഡാണ്. ഇപ്പൊ ഒരു കുഴപ്പമില്ല. അതായത് ഫുൾ പ്രോട്ടീൻ ബട്ടൺസ് അല്ലേ ഗൈസ്. ഫുൾ പ്രോട്ടീൻ ഫുഡാണ് ഞാൻ കഴിച്ചത്. എൻ്റെ വയറിപ്പോൾ ഫില്ലാണ്. അതായത് ഓട്സ്, പിന്നെ അതുമാതിരി മിൽക്ക്, അതിൻ്റെ കൂടെ ഒരു പ്രോട്ടീൻ, പിന്നെ 4 എഗ്ഗ്. ഇതൊക്കെ മതി. നമ്മൾ വയറ് വൈകുന്നേരം വരെ ഫില്ലാവും. നമുക്ക് വിശപ്പില്ല. പക്ഷെ വെള്ളം കുടിക്കാൻ സഹായിക്കുന്നുണ്ട്. കാരണം ഒരു ദിവസം 4 ലിറ്റർ വെള്ളം ഞാൻ കുടിച്ചിരുന്ന ഒരാളാണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ നോമ്പിന്റെ ഉച്ച വരക്കുള്ള എക്സ്പീരിയൻസ് ഇങ്ങനെയാണ്. എനിക്കൊരു കുഴപ്പമില്ല. എല്ലാ കുഴപ്പവും ഓൾക്കാണ് ഇവിടെ ഉള്ളത്. അല്ല ത്യാഗമാണല്ലോ നോമ്പ് എന്ന് പറയുമ്പോ അല്ലേ. ഈ നോമ്പ് ശരിക്കും എന്തിനുള്ളതാണ് നോമ്പ് ശരിക്കും എന്തിനാണ് അറിയാനല്ലേ? അറിയണം. ഇച്ചക്കഥ അറിയണോ? 7 പഴംപൊരി 2 മന്തി അറിയണ്ട കൈ മിന്നാന്ന് നോമ്പാണെങ്കിൽ നോമ്പ് വരാണ്ടുള്ള ഉള്ളക്കടിക്ക് നിന്റെ മുഖത്ത് കുരു വന്നിട്ടുണ്ട്.
ഞാൻ തിന്നുമ്പോ ഞാൻ പറഞ്ഞേക്കണേ ഈ കുരുവൊക്കെ ഉള്ള മാറിയതാ. കുരു വരുന്നത് ഓൾക്ക് ഈ എണ്ണക്കടി ഓളത് ഒഴിവാക്കൂല. ഒരു ദിവസം പോലും ഓൾക്ക് ഡയറ്റുമ്പോ നിക്കാൻ കഴിയൂലെന്ന് ഞാൻ 100% ഉറപ്പല്ല. ഞാൻ ചെയ്യുന്ന ഡയറ്റ് ഈ പേരിൽ ഒരാളും ചെയ്യൂലെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം അത്രയും സംഭവം പൂതിക്കൊക്കെ തിന്നണം ഒക്കെ ശരിയാണ്. എന്റെ പഴയൊരു കമന്റ് വന്നല്ലോ, യൂഫലിന് പണ്ട് തിന്നാൻ യോഗ ഉണ്ടായില്ല, ഇപ്പൊ യോഗ ഉണ്ടായപ്പോ തിന്നാനും കഴിയണില്ല. അങ്ങനെയല്ല, തിന്നലൊക്കെ നമ്മള് തിന്നുന്നുണ്ട്, എല്ലാം തിന്നുന്നുണ്ട്. പക്ഷെ മമ്മൂട്ടി പറഞ്ഞ മാതിരി എന്താണ്, ഇഷ്ടമുള്ളത് തിന്നാം, ഇഷ്ടമുള്ള അത്ര തിന്നാതിരിക്കുക. ഇത് നേരെ തിരിച്ചാണ് ഇവിടെ നടക്കുന്നത്. ഇഷ്ടമുള്ളതിനേക്കാൾ കൂടുതൽ തിന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തീർച്ചയായിട്ടും ഓക്കെ. അപ്പൊ എന്തായാലും ഗൈസ്, നമ്മുടെ നോമ്പ് ഉച്ച വരെ ആയപ്പോഴേക്കും ഇങ്ങനെ ആയി. ഇനി വൈകുന്നേരത്തെ നമുക്ക് എന്താക്കാം, നാളത്തെ പൊളിച്ചെങ്കിൽ നല്ല വൃത്തിക്കാക്കണം കേട്ടോ. ഇന്ന് ഞാൻ പൊലിച്ചക്ക് നല്ലൊരു വീഡിയോ ഒക്കെ എടുക്കാന്ന് പറഞ്ഞപ്പോ ഒക്കെ രാത്രി ഉണ്ടാക്കി വെച്ച വെള്ളത്തിന് തായ്ക്കും. ഞാൻ നമ്മുടെ പഴയ പൊലിച്ച എങ്ങനെയാണെന്നറിയോ, ആ കഞ്ഞിന്റെ വെള്ളത്തിൽ കുറച്ച് മുരിങ്ങി ഞാൻ പിന്നെ അതില് എന്താ ഒരു ചീനമുളകോ അല്ലാന്നുണ്ടെങ്കിൽ വറുത്തമുളകോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഉണക്കമീനോ, ഉണക്കമീൻ മാന്തള് അല്ലെങ്കിൽ തളയനൊക്കെ ഉണ്ടാവില്ലേ. ഇന്നിവിടെ അതൊക്കെ അതില്ല. പക്ഷെ എന്നാലും മിസീഡിയുമുള്ള മസാല ആക്കി വെച്ചൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ പൊരിക്കിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വന്നപ്പോ ഓരോ തന്നെ വൈകിക്കണേ. വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമല്ല, പക്ഷെ എന്നാലും ഒരു ആദ്യത്തെ ഒരു പൊലിച്ചൊക്കെ നല്ല വൃത്തിക്ക് ആക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പാളി കഴിച്ച് നാളെ എനിക്കത് ശരി പൊലിച്ചാന്ന് പറയുമ്പോൾ രസമാണ്. ആ ഒരു നേരത്തെ നീച്ചിങ്ങാണ്ട് അതൊക്കെ ഉണ്ടാക്കണത് ഒരു രസം, തിന്നാൻ രസമല്ലെങ്കിലും അതൊക്കെ ഉണ്ടാക്കണ ഒരു വൈബ് തന്നെയാണ്. പക്ഷെ ആ ഒരു വൈബ് ഇന്ന് കിട്ടിയില്ല ഗൈസ്. പിന്നെ ഇനി നമ്മള് നോമ്പ് തോറാം. പക്ഷെ ഞാൻ ഇവിടെ ബഹിഷ്കരിച്ച സാധനങ്ങൾ എന്താ വെച്ചാൽ എണ്ണക്കടി ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ അയക്കൂല കൂടുതൽ. 2 കട്ട്ലേറ്റ് ഉണ്ടാക്കണ്ട, വാങ്ങിത്തരാം. നിങ്ങൾ ഉണ്ടാക്കി അടുക്കള തുൽപ്പിക്കും. നിങ്ങൾ എന്നിട്ട് അതിന് 100 കേക്കും വേണ്ടില്ല, അത് വേണ്ട. എനിക്ക് ഞാൻ ഇവിടെ ഈ വീട്ടിൽ ഉണ്ടാക്കണ ആഗ്രഹം ഞാൻ ഉപേക്ഷിച്ചു, ബഹിഷ്കരിച്ചു. നിങ്ങൾക്ക് വാങ്ങിത്തരാൻ ആ ഒരു പ്ലേറ്റ് മാത്രം കഴിക്കുക. ഇത് മറ്റേത് ഇവിടെ ഉണ്ടാക്കി 2 കട്ട്ലേറ്റ് ഉണ്ടാക്കും. എന്നിട്ട് അടുക്കള കടക്കണം ഇവരെന്നെ തിന്നാനും ഇവർക്ക് തന്നെ ആക്കിയിട്ട് ആ ഒരു പഴി ഇന്റെ തന്നെ കിട്ടും. അങ്ങനെയൊക്കെ തന്നെ ഇവിടെ ഉണ്ടാവില്ലേ. ഇവിടെ ഭൂരിഭാഗം നോമ്പാവുന്ന ഞാൻ കുറ്റം പറയാതിരിക്കണം. എനിക്ക് ഭയങ്കര ഒരു ഇപ്പൊ ഒരു ആത്മീയ രീതിയിലൂടെ പോവാണ്. എല്ലാം നിസ്കരിക്കണം അല്ലേ. ഞങ്ങൾ ഒരുമിച്ചായിട്ട് നിസ്കരിക്കല്. ഇപ്പോഴാണ് ഇമാമ് നിൽക്കല്. അപ്പൊ എന്തായാലും ഗൈസ്, നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അങ്ങനെയൊക്കെ നോമ്പ് ഉച്ച വരെയൊക്കെ ഉള്ളത് എങ്ങനെയുണ്ട്? ഫസ്റ്റ് നോമ്പാണല്ലോ, അതിൻ്റെതായ പുറത്തൊക്കെ നല്ല വെയിലാണ്. നല്ല വെയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പലേനെ കൊണ്ടാക്കി വന്നപ്പോഴേക്കും ഞാൻ ആകെ ടയേർഡായി ഗൈസ്. കാരണം എന്താ വെച്ചാൽ ബൈക്കിലാണ് പോയത്. ഞാൻ വെയിറ്റ് പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചത്. അലേക്കൊന്നും പ്രശ്നമില്ല. സത്യം പറഞ്ഞാൽ നമുക്കൊരു കുഴപ്പമുണ്ടായില്ല. ഞാൻ അത് ഉച്ചക്കിടാനുള്ള വ്ളോഗാണ്. അപ്പൊ എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. നമുക്ക് വൈകുന്നേരത്ത് ഒന്ന് കമന്റ് ചെയ്യേ. നമ്മുടെ കിച്ചൺ ചാനലിലാണ് എന്താണ് കിച്ചൺ ബ്ലോഗും കാര്യങ്ങളും. ഉമ്മന്റെ നെയ്ച്ചോറ, അന്റെ കടായി, ഉമ്മന്റെ കടായി. അപ്പൊ നമ്മന്റെ കടായി നെയ്ച്ചോറുമാണ് ഇന്ന് വൈകുന്നേരത്തെ നമ്മുടെ നോമ്പ് തുറക്ക് സ്പെഷ്യൽ. അതിന്റെ കൂടെ കുറച്ച് ഫ്രൂട്ട്സ് ഒന്നും ഇവിടെ ആർക്കും ഇഷ്ടമല്ല. പിന്നെ ഈത്തപ്പഴം വിൽക്ക് വാങ്ങി. ഈത്തപ്പഴം ചെറുതായിട്ടൊന്ന് പാളിയിട്ടുണ്ട്. അതൊരു രസമല്ലോ. അപ്പൊ നെക്സ്റ്റ് ഒന്ന് ഈത്തപ്പഴം വാങ്ങിയായിരുന്നു. അപ്പൊ അങ്ങനെ ഇനി വേറെ എന്തൊക്കെയാ വേണ്ട ഫ്രൂട്ട്സ്. തണ്ണിമത്തല്ലോ, തണ്ണിമത്തലും അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങാറുള്ളത്. അപ്പൊ ഞാൻ ഉമ്മാനെ എടുക്കാൻ പോകുന്ന ടൈമില് അതൊക്കെ വാങ്ങി കട്ട് ഫ്രൂട്ട്സ് കഴിക്കാം. കട്ട് ഫ്രൂട്ട്സ് ആക്കിയാൽ മതി, ജ്യൂസ് വേണമെന്നില്ല. നിങ്ങൾ ഒന്ന് ഹെൽത്ത്, ഞാൻ മാത്രമേ ഹെൽത്ത് റെഡി ആക്കിയിട്ടാലും ഇവരൊക്കെ നേരാക്കണ്ടേ. അപ്പൊ ഈ നോമ്പിന് ഏറ്റവും നല്ലത് ഹെൽത്ത് നേരാക്കാൻ അടുത്ത് കെട്ടണോ അനക്ക് ലൈഫ് ഇൻഷുറൻസ്. അപ്പൊ എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.